ഹായ് ഡിയേഴ്സ്, നമ്മൾ ഹിസ്റ്ററിയുടെ കഴിഞ്ഞ ക്ലാസ്സിൽ ഏർലി ഹ്യൂമൻ റിമൈൻസ് ഇൻ ഇന്ത്യ വരെയാണ് പറഞ്ഞു നിർത്തിയിട്ടുള്ളത്. ഇനി അടുത്തത് പറയാനുള്ളതാണ് ഏർലി സ്റ്റോൺ ഏജസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും പ്രത്യേകിച്ച് 19-ാം നൂറ്റാണ്ട് മുതൽ പല പ്രീ ഹിസ്റ്റോറിക് സൈറ്റ്സും കണ്ടെത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ആർക്കിയോളജിക്കൽ സോഴ്സസ്, പുരാതന ശാസ്ത്രീയ തെളിവുകളും കണ്ടെടുത്തിട്ടുണ്ട്. ഇവയിൽ പ്രധാനപ്പെട്ടവ എന്തൊക്കെയാണ്? മനുഷ്യൻ്റെ അവശിഷ്ടങ്ങൾ, മൃഗങ്ങളുടെ അസ്ഥികൾ, സസ്യങ്ങളുടെ അവശിഷ്ടങ്ങൾ, അടക്കം ചെയ്തിരിക്കുന്ന ശവങ്ങൾ, കല്ലുകളിൽ വരച്ച ചിത്രങ്ങൾ, ഇതെല്ലാം ചേർന്ന് നമ്മുടെ സ്റ്റോൺ ഏജിൻ്റെ സംസ്കാരത്തെക്കുറിച്ച് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുന്നു. സ്റ്റോൺ ഏജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് എന്താണ്? കല്ലുപകരണങ്ങളാണ് അല്ലേ? സ്റ്റോൺ ടൂൾസ് ആണ്. ഇത് പുരാതന മനുഷ്യൻ നിർമ്മിക്കുകയും ഉപയോഗിക്കുകയും ചെയ്ത ഒന്നാണ്. അവയെല്ലാം കണ്ടെത്തുന്നത് എവിടെ നിന്നാണ്? വർക്ക് സൈറ്റ്സിൽ നിന്നോ റിവർ സൈഡിൽ നിന്നോ ആണ്. ഇതിലൊക്കെ കണ്ടെത്തിയ ടൂൾസിന്മേൽ ചില ആർട്ട് വർക്കുകൾ ചെയ്തിരുന്നു. അതായത് ചില കല്ലുപകരണങ്ങൾക്ക് മേൽ വരച്ച ചിത്രങ്ങൾ കണ്ടിട്ടുണ്ട്. ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താണ്? പ്രീ ഹിസ്റ്റോറിക് കാലത്തും മനുഷ്യൻ ആർട്ടിസ്റ്റിക് സ്കിൽസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. സ്റ്റോൺ ഏജസിനെ പൊതുവെ 3 പ്രധാന ഘട്ടങ്ങളിലായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതെന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? മോഡ് ഓഫ് സബ്സിസ്റ്റൻസ്, ടൂൾ ടെക്നോളജി, ജിയോളജിക്കൽ പീരിയഡ്സ് എന്നിവയെ അടിസ്ഥാനമാക്കിയിട്ടാണ്. അവ ഏതൊക്കെയാണ്? പാലിയോലിത്തിക് ഏജ് അഥവാ ഓൾഡ് സ്റ്റോൺ ഏജ്, മെസോലിത്തിക് ഏജ് അല്ലെങ്കിൽ മിഡിൽ സ്റ്റോൺ ഏജ്, നിയോലിത്തിക് ഏജ്, ന്യൂ സ്റ്റോൺ ഏജ്. പ്ലൈസ്റ്റസീൻ എന്ന ജിയോളജിക്കൽ പീരിയഡിലാണ് പാലിയോലിത്തിക് ഏജ് നിലവിലുണ്ടായിരുന്നത്. അതിനുശേഷമുള്ള മെസോലിത്തിക്കും നിയോലിത്തിക്കിലും സംഭവിച്ചത് ഹോളോസിൻ ഇറയിലാണ്. പ്ലൈസ്റ്റസീൻ ഏകദേശം 2.6 മില്യൺ ഇയേഴ്സ് എഗോ മുതൽ 12,000 ഇയേഴ്സ് വരെ നീളുന്ന ഒരു പീരിയഡായിരുന്നു. ഹോളോസിൻ അതിനുശേഷം ആരംഭിച്ച നമ്മുടെ ഇന്നത്തെ കാലഘട്ടമാണ്. സ്റ്റോൺ ഏജിൽ പലയിടത്തും ഡൊമസ്റ്റിക്കേഷൻ ഓഫ് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ്, സസ്യങ്ങളും മൃഗങ്ങളും ഒക്കെ വീട്ടിൽ തന്നെ വളർത്താൻ തുടങ്ങിയിരുന്നു. പക്ഷെ അതിനൊപ്പം തന്നെ അവർക്ക് ഹണ്ടിങ്ങും ഗ്യാതറിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു. ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ കല്ലുപകരണങ്ങൾ കൊണ്ടാണ് മനുഷ്യൻ തൻ്റെ ആദിമ ജീവിതം എങ്ങനെ ജീവിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും ലഭിച്ച കല്ലുപകരണങ്ങളും ചിത്രകലയും പ്രീ ഹിസ്റ്റോറിക് ലൈഫ് സ്റ്റൈലിൻ്റെ തെളിവുകളായിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കും. പലയിടങ്ങളിലും ഒരേ സമയം വിവിധ സബ്സിസ്റ്റൻസ് ആക്ടിവിറ്റീസ് നടക്കുകയായിരുന്നു. അതായത് വേട്ടയാടൽ, വളർത്തൽ, കൃഷി തുടങ്ങിയവ. അടുത്തത് പറയാൻ പോകുന്നതാണ് പാലിയോലിത്തിക് ഏജ്. പാലിയോലിത്തിക് എന്നത് 2 ഗ്രീക്ക് വാക്കുകളിൽ നിന്നാണ് വന്നിരിക്കുന്നത്. പാലിയോ മീൻസ് ഓൾഡ്, ലിതോസ് മീൻസ് സ്റ്റോൺ. അതുകൊണ്ട് തന്നെ ഇത് ഓൾഡ് സ്റ്റോൺ ഏജ് എന്നർത്ഥം നൽകുന്നുണ്ട്. ആഗോളമായി കല്ലുപകരണങ്ങൾ ഉപയോഗിച്ചിരുന്ന മനുഷ്യൻ നിലവിലുണ്ടായിരുന്നത് ഏകദേശം 3.5 മില്യൺ ഇയേഴ്സ് എഗോ മുതൽ തുടങ്ങി എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഇന്ത്യയിലെ പരിസരത്തിൽ മനുഷ്യൻ്റെ കല്ലുപകരണങ്ങൾ ഉപയോഗിച്ചിരുന്ന കാലഘട്ടം 5 ലക്ഷം BCE മുതൽ 8000 BCE വരെ നീണ്ടു നിന്നു എന്നാണ് ചരിത്രകാരന്മാരും പുരാവസ്തു വിദഗ്ധരും ഒക്കെ അഭിപ്രായപ്പെടുന്നത്. പാലിയോലിത്തിക് ഏജ് വന്നിരുന്ന ജിയോളജിക്കൽ ടൈം പീരിയഡാണ് പ്ലൈസ്റ്റസീൻ എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യർ ഹണ്ടിങ് ആണ് പ്രധാനമായിട്ട് ലൈവ്ലിഹുഡ് ആക്ടിവിറ്റി ആയിട്ട് തിരഞ്ഞെടുത്തിരുന്നത്. 1863 പ്രസിദ്ധനായ ബ്രിട്ടീഷ് ജിയോളജിസ്റ്റായ റോബർട്ട് ബ്രൂസ് ഫൂട്ട് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഓഫീസറായി ജോലി ചെയ്യുമ്പോൾ തമിഴ്നാട്ടിലെ പല്ലവാരം എന്ന സ്ഥലത്ത് ഒരു കൈക്കോടാലി കണ്ടെടുത്തത് ഏറെ പ്രസിദ്ധമായിട്ടുള്ളൊരു കാര്യമാണ്. ഇത് ഇന്ത്യയിൽ ഔദ്യോഗികമായി കണ്ടെത്തിയ ആദ്യത്തെ പാലിയോലിത്തിക് ടൂളായിട്ട് പരിഗണിക്കുന്നുണ്ട്. എന്നാൽ അതിനു മുൻപേ 1856 ലെ മെസൂരിയർ എന്ന റെയിൽവേ എഞ്ചിനീയർ സെൻട്രൽ ഇന്ത്യയിലെ ന്യാഗുദി ഗ്രാമത്തിൽ പ്രീ ഹിസ്റ്റോറിക് ടൂള് കണ്ടെത്തിയിരുന്നു. പാലിയോലിത്തിക് ഏജിനെ ഉപകരണങ്ങളുടെയും കാലാവസ്ഥയുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ 3 ഘട്ടങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് വൺ ലോവർ പാലിയോലിത്തിക് അല്ലെങ്കിൽ ഏർലി ഓൾഡ് സ്റ്റോൺ ഏജ്. സെക്കൻഡ് വൺ മിഡിൽ പാലിയോലിത്തിക്, മിഡിൽ ഓൾഡ് സ്റ്റോൺ ഏജ്. തേർഡ് വൺ അപ്പർ പാലിയോലിത്തിക്, ലേറ്റ് ഓൾഡ് സ്റ്റോൺ ഏജ്. ഇതിൽ നമുക്ക് ലോവർ പാലിയോലിത്തിക് ഏജിനെ പറ്റി നോക്കാം. ഈ ലോവർ പാലിയോലിത്തിക് ഏജ് ഏത് കാലഘട്ടത്തിലാണ് സംഭവിച്ചിട്ടുള്ളത്? 2 മില്യൺ ഇയേഴ്സ് എഗോ ടു അറൗണ്ട് 1 lakh ഇയേഴ്സ് എഗോ. പാലിയോലിത്തിക് ഏജ് പ്ലൈസ്റ്റസീൻ എന്ന ജിയോളജിക്കൽ പീരിയഡിലാണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ മുന്നേ പറഞ്ഞു. ഈ കാലത്ത് കാലാവസ്ഥ വളരെ തണുത്തതും ഈർപ്പമുള്ളതുമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ കാലത്ത് ജീവിക്കാൻ ഉചിതമായിട്ടുള്ള സ്ഥലങ്ങൾ കണ്ടെത്തുക, ആഹാരം കണ്ടെത്തുക എന്നുള്ളതൊക്കെ വലിയ ടാസ്ക് ആയിരുന്നു. ലോവർ പാലിയോലിത്തിക് ഘട്ടത്തിൽ മനുഷ്യർ ഉപയോഗിച്ച പ്രധാന കല്ലുപകരണങ്ങളാണ് ക്ലെവേഴ്സ്, ഹാൻഡ് ആക്സസ്, ഹാമർ സ്റ്റോൺസ്, പെബിൾ ടൂൾസ് മുതലായവ. ഇന്ത്യയിൽ കണ്ടെടുത്ത ചില ഹാൻഡ് ആക്സസ് വെസ്റ്റേൺ ഏഷ്യ, ആഫ്രിക്ക, യൂറോപ്പ്
യൂറോപ്പ് എന്നിവിടങ്ങളിൽ കണ്ടുപിടിച്ച ഉപകരണങ്ങളുമായിട്ട് സാമ്യമുണ്ട്. ഇത് പ്രീ ഹിസ്റ്റോറിക് മനുഷ്യരുടെ വ്യത്യസ്ത ഭൂഖണ്ഡങ്ങളിലേക്കുള്ള സഞ്ചാരത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഉപകരണങ്ങളുടെ നാച്ചർ എങ്ങനെയായിരുന്നു? അൺപോളിഷ്ഡ് ആയിട്ടുള്ളത്, റഫ് ആയിട്ടുള്ളതായിരുന്നു. ഇത് നിർമ്മിച്ചിരുന്നത് ലൈംസ്റ്റോൺ, ഡോൾറൈറ്റ്, സാൻഡ്സ്റ്റോൺ മുതലായ കല്ലുകളിൽ നിന്നാണ്. ഈ ഉപകരണങ്ങളിൽ പ്രധാനമായും കാണുന്ന രൂപം സിമെട്രിക്കൽ ഹാൻഡ് ആക്സസ് ആൻഡ് ക്ലവേഴ്സ് ആണ്. ഇവയെ ചേർന്ന് പറയുന്നത് എക്യൂലിയൻ ടൂൾസ് എന്നാണ്. ഈ എക്യൂലിയൻ ടൂൾസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഘടന ഏറെ കൃത്യമായിട്ടുള്ളതായിരിക്കും. ഇത് ലോവർ പാലിയോലിത്തിക് ഫേസിൻ്റെ മുഖ്യ അടയാളമായിട്ടാണ് കണക്കാക്കുന്നത്. പക്ഷേ പിന്നീട് ചില ഘട്ടങ്ങളിലും ഈ ഒരു ടൂൾ ഉപയോഗിച്ചിരുന്നു. അടുത്തത് ലോവർ പാലിയോലിത്തിക് ടൂൾ ഫൈൻഡിങ് സൈറ്റ്സ് ആണ്. ഇന്ത്യയുടെയും സമീപ പ്രദേശങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന പ്രധാന ലോവർ പാലിയോലിത്തിക് സ്ഥലങ്ങൾ നോട്ടിൽ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് നോക്കുക. അടുത്തത് ഡൊമസ്റ്റിക്കേഷൻ്റെ എവിഡൻസ് ആണ്. ബെലാൻ വാലിയിൽ നിന്ന് ലഭിച്ച എനിമൽ റിമൈൻസ് പ്രകാരം 25,000 BC കാലത്ത് തന്നെ പശു, ആട് തുടങ്ങിയവയുടെ ഡൊമസ്റ്റിക്കേഷൻ ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. അതിലുപരി ഈ മേഖലയിലെ കേവ്സ് ആൻഡ് റോക്സ് ഷെൽട്ടേഴ്സ് സാധാരണ സീസണൽ ക്യാമ്പ്സ് ആയിരുന്നു. ഇത് നമുക്ക് പ്രീ ഹിസ്റ്റോറിക് മനുഷ്യൻ്റെ ജീവിത രീതി മനസ്സിലാക്കാൻ സഹായിക്കുന്നുണ്ട്. ഇനി അടുത്തതാണ് മിഡിൽ പാലിയോലിത്തിക് ഏജ് അല്ലെങ്കിൽ മിഡിൽ ഓൾഡ് സ്റ്റോൺ ഏജ്. ഇത് ഏത് ജിയോളജിക്കൽ പീരിയഡിലാണ് വരുന്നത്? മിഡിൽ പ്ലൈസ്റ്റസീൻ എപ്പോക്കിലാണ് വരുന്നത്. ഇതിൻ്റെ കാലപരിധി ഏകദേശം 1,00,000 years ago മുതൽ 40,000 years ago വരെയാണ്. ഈ സമയത്ത് കുറച്ച് ചൂടുള്ളതും പല വിധത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നതുമായ ഒരു കാലാവസ്ഥയാണ് ഉണ്ടായിരുന്നത്. ഈ ഘട്ടത്തിൽ കല്ലുപകരണങ്ങളുടെ ആകൃതിയും വലുപ്പവും ഒക്കെ മുൻഘട്ടത്തേക്കാൾ വ്യത്യസ്തമായിരുന്നു. ഉപകരണങ്ങൾ എങ്ങനെയായിരുന്നു വ്യത്യസ്തമായിരുന്നത്? വലുപ്പത്തിലും വണ്ണത്തിലും ഒക്കെ അത് ചെറുതായിരുന്നു. ഇവയിൽ ചിലത് എങ്ങനെയുള്ളതായിരുന്നു? തിളക്കമുള്ള രീതിയിൽ വെട്ടാൻ പാകത്തിനായിരുന്നു അത് നിർമ്മിച്ചിരുന്നത്. ഈ കാലഘട്ടത്തിൽ ഫ്ലേക്ക് ടൂൾസ് നിർമ്മിച്ചിരിക്കുന്നത് ലെവലോയിസ് ടെക്നിക് എന്ന പ്രത്യേക കോർ മേക്കിംഗ് സിസ്റ്റം ഉപയോഗിച്ചാണ്. അതായത് ഒരു വലിയ കല്ല് കോറായി ഉപയോഗിച്ച് അതിൻ്റെ മേൽഭാഗം നിശ്ചിത രീതിയിൽ തല്ലൊടിച്ച് ആവശ്യമായിട്ടുള്ള ആകൃതിയിലുള്ള ഫ്ലേക്സ് ഉണ്ടാക്കുകയാണ്. ഇതൊരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ ടെക്നിക്കായിരുന്നു. മിഡിൽ പാലിയോലിത്തിക് ടൂൾസ് പ്രധാനമായും നദീതീരങ്ങളിൽ നിന്നാണ് നമുക്ക് കിട്ടിയിരുന്നത്. പാകിസ്ഥാനിലെ സംഗോ കേവിൽ നിന്ന് ഫ്ലേക്ക് ടൂൾസ് കൂടാതെ എനിമൽ റിമൈൻസും കണ്ടെത്തിയിട്ടുണ്ട്. ഇതിലൂടെ നമുക്ക് മിഡിൽ പാലിയോലിത്തിക് കാലഘട്ടത്തിലെ ജീവിത രീതി, വേട്ടയാടിക്കൊണ്ടുള്ള ജീവിതം എന്നിവയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മിഡിൽ പാലിയോലിത്തിക് ഏജ് വേൾഡ് കണ്ടെക്സ്റ്റിൽ മൗസ്റ്റേറിയൻ ഇൻഡസ്ട്രിയോടാണ് കണക്ട് ചെയ്ത് കിടക്കുന്നത്. മൗസ്റ്റേറിയൻ കൾച്ചർ പടിഞ്ഞാറൻ യൂറോപ്പിലും മധ്യേഷ്യയിലും ഉണ്ടായിരുന്ന ഒരു സ്റ്റോൺ ടൂൾ കൾച്ചറാണ്. പ്രശസ്ത ആർക്കിയോളജിസ്റ്റ് ആയിട്ടുള്ള HD ഷാങ്കേലിയ ഈ ഘട്ടം നെവാസൻ ഇൻഡസ്ട്രി എന്ന പേരിലാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. നെവാസൻ ഇൻഡസ്ട്രിയിൽ ഉൾപ്പെടുന്ന ആർട്ടിഫാക്ട്സ് സെൻട്രൽ ഇന്ത്യ, പെനിൻസുലാർ ഇന്ത്യ എന്നിവിടങ്ങളിൽ ഉണ്ടായിരുന്നു. സ്ക്രാപ്പേഴ്സ് മുഖ്യമായും ജസ്പർ, അഗേറ്റ്, കൽസഡനി പോലുള്ള കല്ലുകളിൽ നിന്നാണ് നിർമ്മിച്ചിരുന്നത്. ഇനി ഇതിൽ പറയുന്നത് പ്രധാന മിഡിൽ പാലിയോലിത്തിക് സൈറ്റ്സ്, ഇന്ത്യയിലെ പ്രധാന മിഡിൽ പാലിയോലിത്തിക് സൈറ്റ്സ് ആണ്. അത് SLM നോക്കട്ടോ. അപ്പോൾ നമ്മളെ മിഡിൽ പാലിയോലിത്തിക് ഏജ് അല്ലെങ്കിൽ മിഡിൽ ഓൾഡ് സ്റ്റോൺ ഏജിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്? കാലഘട്ടം 1,00,000 years ago to 40,000 years ago. ജിയോളജിക്കൽ പീരീഡ് ഏതായിരുന്നു? മിഡിൽ പ്ലൈസ്റ്റസീൻ എപ്പോക്ക്. ഉപകരണങ്ങൾ ഫ്ലേക്ക് ടൂൾസ്, സ്ക്രാപ്പേഴ്സ്, ബ്ലേഡ്സ് മുതലായവ. ഒരു പ്രത്യേക ടെക്നിക്ക് യൂസ് ചെയ്തു, അതാണ് ലെവലോയിസ് ടെക്നിക്ക്. സംസ്കാരങ്ങൾ ഏതായിരുന്നു? വേൾഡ് കണ്ടെക്സ്റ്റിൽ മൗസ്റ്റേറിയൻ ഇൻഡസ്ട്രിയും ഇന്ത്യയിൽ നെവാസൻ ഇൻഡസ്ട്രിയും. പിന്നെ ഉള്ളത് പ്രധാന സ്ഥലങ്ങളാണ്. അപ്പോൾ ഇത്രയാണ് മിഡിൽ പാലിയോലിത്തിക് ഏജിൽ വരുന്നത്. ഇനി അടുത്തത് പാലിയോലിത്തിക് ഏജിൻ്റെ ലാസ്റ്റ് ഘട്ടമാണ് അപ്പർ പാലിയോലിത്തിക് ഏജ് അല്ലെങ്കിൽ ദ ലേറ്റ് സ്റ്റോൺ ഏജ്. അപ്പർ പാലിയോലിത്തിക് ഏജ് കാണപ്പെടുന്നത് ഏകദേശം 40,000 മുതൽ 10,000 വർഷം മുമ്പുള്ള കാലഘട്ടത്തിലാണ്. ഈ ഘട്ടം അപ്പർ പ്ലൈസ്റ്റസീൻ ജിയോളജിക്കൽ എപ്പോക്കിലാണ് ഉൾപ്പെടുന്നത്. കാലാവസ്ഥ ഈ സമയത്ത് കുറച്ച് ചൂട് കൂടിയതും ഈർപ്പമില്ലാത്തതുമായ ഒരു സമയമായിരുന്നു. ഈ ഘട്ടത്തിലെ ഏറ്റവും വലിയ മാറ്റം എന്ന് പറയുന്നത് മോഡേൺ ഹോമോസാപ്പിയൻസ് അല്ലെങ്കിൽ ആധുനിക മനുഷ്യൻ ഈ ഒരു കാലഘട്ടത്തിലാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് മനുഷ്യചരിത്രത്തിൻ്റെ വലിയൊരു ബ്രേക്കായിട്ട് നമുക്ക് പറയാം. അപ്പർ പാലിയോലിത്തിക് കാലത്ത് ഉപകരണങ്ങൾ കൂടുതൽ അഡ്വാൻസ്ഡ് ആവാനും തുടങ്ങി. ഫ്ലിൻറ്റ് ഇൻഡസ്ട്രീസ്, പാരലൽ സൈഡഡ് ബ്ലേഡ്സ്, സ്ക്രാപ്പേഴ്സ്, ഹാൻഡ് ആക്സസ്, ക്ലവേഴ്സ് തുടങ്ങിയ ടൂൾസാണ് നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത്. അപ്പർ പാലിയോലിത്തിക് കാലഘട്ടത്തിലെ പ്രധാന കേവ് സൈറ്റാണ് ഭീംബേദ്ക. ഇവിടെ നിന്ന് ബ്ലേഡ്സ്, സ്ക്രാപ്പേഴ്സ്, ഹാൻഡ് ആക്സസ്, ക്ലവേഴ്സ് തുടങ്ങിയ ഉപകരണങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട്. ഹണ്ടിങ് ആൻഡ് ഗാദറിങ് എന്ന സബ്സിസ്റ്റൻസ് പാറ്റേൺസ് ഈ ഒരു പ്രദേശത്ത്
ഈ ഒരു കാലത്തും അപ്പർ പാലിയോലിത്തിക് ഏജിലും തുടർന്നു കൊണ്ടിരിക്കുകയായിരുന്നു. ആന്ധ്രാപ്രദേശിലെ പല സ്ഥലത്തു നിന്നും മൃഗങ്ങളുടെ അസ്ഥികൾ കൊണ്ട് നിർമ്മിച്ച ടൂൾസ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. സംഗോ കേവിൽ നിന്നും അനിമൽ ബോൺസ് പോലുള്ള തെളിവുകളും ലഭിച്ചിട്ടുണ്ട്. അപ്പർ പാലിയോലിത്തിക് ടൂൾസ് പ്രധാനമായും ചിരട്ട എന്ന കല്ലിൽ നിന്നാണ് നിർമ്മിച്ചിട്ടുള്ളത്. ചിരട്ട ലഭിച്ചിട്ടുള്ളത് വിന്ധ്യൻ റീജിയണലിലാണ്. ഇനി അടുത്തത് ഈ ഒരു കാലഘട്ടത്തിൽ വരുന്ന പ്രധാനപ്പെട്ട കൾച്ചറൽ സൈറ്റ്സ് ആണ്. മധ്യപ്രദേശിലെ സൺ റിവർ വാലിക്ക് അടുത്താണ് ഒരു സൈറ്റ് ഉള്ളത്, ബഗോർ 1 ആൻഡ് ബഗോർ 3. ഇത് ബഗോർ കൾച്ചർ എന്നാണ് അറിയപ്പെടുന്നത്. GR ശർമ്മ, JD ക്ലർക്ക് എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള ആർക്കിയോളജിക്കൽ ഇൻവെസ്റ്റിഗേഷനിലാണ് ഈ ഒരു സൈറ്റ് കണ്ടെത്തിയിട്ടുള്ളത്. ഇനിയും ഒരുപാട് സൈറ്റ്സ് വരുന്നുണ്ട്. പാകിസ്ഥാനിലുണ്ട്, ഇന്ത്യയിൽ തന്നെ ആന്ധ്രാപ്രദേശ്, ബീഹാർ, മധ്യപ്രദേശ്, രാജസ്ഥാൻ തുടങ്ങിയ സ്ഥലത്തൊക്കെ ഉണ്ട്. അത് SLMൽ വളരെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പാലിയോലിത്തിക് ഏജ് അല്ലെങ്കിൽ ഓൾഡ് സ്റ്റോൺ ഏജിൽ വരുന്നത്. അതിൽ തന്നെ 3 ഘട്ടങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു അല്ലേ. ലോവർ പാലിയോലിത്തിക് ഏജ് അല്ലെങ്കിൽ ഏർലി സ്റ്റോൺ ഏജ്, മിഡിൽ പാലിയോലിത്തിക് ഏജ് അല്ലെങ്കിൽ മിഡിൽ ഓൾഡ് സ്റ്റോൺ ഏജ്, അപ്പർ പാലിയോലിത്തിക് ഏജ്, ദ ലേറ്റ് സ്റ്റോൺ ഏജ്. അപ്പോൾ ഇത് കൃത്യമായിട്ട് പഠിക്കാം. അടുത്തത് സ്റ്റോൺ ഏജിൽ തന്നെയുള്ള പ്രധാന ഘട്ടമായ മെസോലിത്തിക് ഏജ്. ഇത് നമ്മുടെ പാലിയോലിത്തിക് ഏജിൻ്റെയും നിയോലിത്തിക് ഏജിൻ്റെയും ഇടയിൽ വരുന്ന ഒരു ട്രാൻസിഷണൽ പീരിയഡാണ്. മെസോലിത്തിക് ഏജ് ആരംഭിച്ചത് ഏകദേശം 8000 BCയിലാണ്. അന്ന് ഐസ് ഏജ് അവസാനിക്കുകയും കാലാവസ്ഥ ചൂടും വരണ്ടതുമായ ഒരു ഘട്ടത്തിലേക്ക് കടക്കുകയും ചെയ്തു. ഈ കാലത്ത് മനുഷ്യർ എന്ത് ചെയ്തു? പുതിയ പ്രദേശങ്ങളിലേക്ക് കുടിയേറി താമസിക്കാൻ തുടങ്ങി. ഐസ് ഏജ് കഴിഞ്ഞു വന്ന ഹോളോസിൻ ഇറയിലാണ് മഞ്ഞുരുകി കാടുകൾ രൂപപ്പെട്ടത്. ഈ കാലഘട്ടത്തിലെ മനുഷ്യർ എന്ത് ചെയ്യാൻ തുടങ്ങി? മുൻകാലത്തെ പോലെ തന്നെ ഹണ്ടിങ്ങും ഗാദറിങ്ങും പോലുള്ള പ്രവൃത്തികൾ ചെയ്യാൻ തുടങ്ങി. പക്ഷേ അവർക്ക് കാട്ടുവേട്ടയിൽ കൂടുതൽ പരിചയവും കൃത്യതയും ഒക്കെ ഉണ്ടാവുന്നത് ഈ ഒരു കാലത്താണ്. ഈ സമയത്ത് മനുഷ്യർ നായയെ വേട്ടയ്ക്കായി ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തിരുന്നു എന്ന് തെളിവുകൾ കാണിക്കുന്നുണ്ട്. മെസോലിത്തിക് ഏജിലെ പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ് മൈക്രോലിത്സ് എന്നറിയപ്പെടുന്ന ചെറുതും കൃത്യമുള്ളതുമായി രൂപപ്പെടുത്തിയ കല്ലുപകരണങ്ങൾ. ഇവ എങ്ങനെയുള്ളതായിരുന്നു? കത്തികൾ, അരിവാൾ, അമ്പ്, കുന്തങ്ങൾ പോലുള്ളവയായിരുന്നു. ഇവ ചിരട്ട്, ജാസ്പർ, അഗേറ്റ് പോലുള്ള കല്ലുകളിൽ നിന്നാണ് നിർമ്മിച്ചിട്ടുള്ളത്. മഹാരാഷ്ട്രയിലെ പട്ന എന്ന സ്ഥലത്ത് നടന്ന ആവാസ വ്യവസ്ഥയുടെ പഠനം ഉപകരണങ്ങളുടെ രൂപവും വലുപ്പവും കാലഘട്ടത്തിനനുസരിച്ച് എങ്ങനെ മാറി എന്നുള്ളത് കാണിക്കുന്നുണ്ട്. ചോപ്പാനി, മണ്ടോസ്, അരൈനഹർ, റായി, മഹാദഹ, ദംദമ തുടങ്ങിയ സ്ഥലങ്ങളിൽ തുടർച്ചയായി താമസിച്ചിരുന്നു എന്നതിൻ്റെ തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. ചിലർ താൽക്കാലികമായിട്ടാണ് താമസിച്ചതെങ്കിലും മറ്റു ചിലർ സ്ഥിരമായിട്ട് താമസിച്ചു. അവർ പ്രധാനമായും ഫിഷിംഗ് ആണ് ചെയ്തിരുന്നത്. ദംദമയിൽ നിന്ന് കൃഷി ചെയ്തിരുന്നതിൻ്റെ തെളിവായിട്ട് അരി കണ്ടെത്തിയിട്ടുണ്ട്. മെസോലിത്തിക് ഏജിൽ മരണാനന്തര വിശ്വാസങ്ങളോ ചടങ്ങുകളോ ഉണ്ടായിരുന്നു എന്നുള്ളതിന് ഗ്രേവ് ഗുഡ്സ് സൂചിപ്പിക്കുന്നുണ്ട്. ദംദമയിൽ നിന്ന് ആനക്കൊമ്പിൻ്റെ അവശേഷിപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതും മരണാനന്തര ചടങ്ങിൻ്റെ ഒരു തെളിവായിട്ട് കണക്കാക്കുന്നുണ്ട്. ചിലർക്ക് കൊടുത്തിരുന്നത് എന്തായിരുന്നു? മൃഗങ്ങളുടെ അസ്ഥികൾ, മൈക്രോലിത്തുകൾ തുടങ്ങിയവയായിരുന്നു ശവസംസ്കാരത്തിൽ നൽകിയിരുന്നത്. പിന്നെ ഈ ഒരു ഭാഗത്ത് പ്രധാനപ്പെട്ട സൈറ്റ്സ് പറയുന്നുണ്ട്, അത് ജസ്റ്റ് ഒന്ന് നോക്കട്ടോ. പിന്നുള്ളത് എന്താണ്? പ്രധാന കണ്ടെത്തലുകളാണ്. എന്തൊക്കെയാണ് ഈ ഒരു ഏജിൽ കണ്ടെത്തിയിട്ടുള്ളത്? കല്ലുപകരണങ്ങൾ, മൃഗങ്ങളുടെ അസ്ഥികൾ, അരി, അടുപ്പ്, മൺപാത്രങ്ങളുടെ അവശിഷ്ടങ്ങൾ തുടങ്ങിയവയാണ് ഈ ഒരു കാലത്ത് കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മെസോലിത്തിക് ഏജ് സ്റ്റോൺ ഏജിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ട്രാൻസിഷണൽ പീരിയഡാണ്. പഴയ രീതികളിൻ്റെ തുടർച്ചയായിരുന്നു, പക്ഷേ പുതിയ കൃഷിരീതി, മൃഗസംരക്ഷണം, ഉപകരണ വികസനം തുടങ്ങിയവയിലൂടെ ഒരു പുതിയ പാത തുറന്നു തന്നത് ഏത് യുഗമാണ്? ഈ മെസോലിത്തിക് യുഗമാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് മെസോലിത്തിക് ആർട്ട്, അതായത് മെസോലിത്തിക് യുഗത്തിൽ ഉണ്ടായിരുന്ന കലാരൂപങ്ങൾ, പ്രത്യേകിച്ച് ചിത്രരചന പോലുള്ളവ. ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള മെസോലിത്തിക് ആർട്ട് സൈറ്റാണ് ഭിംബേദ്ക. ഇത് മധ്യപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. 1957 ആർക്കിയോളജിസ്റ്റ് ആയിട്ടുള്ള VS വക്കങ്കർ ഈ സ്ഥലം കണ്ടുപിടിച്ചു. ഇവിടെ 642 റോക്ക് ഷെൽട്ടേഴ്സ് ഉണ്ടായിരുന്നു. ഇവയിൽ 400-ൽ കൂടുതൽ ഇടങ്ങളിൽ ചിത്രങ്ങളും ശിലാചിത്രങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. ഈ ചിത്രങ്ങളിൽ 29 ജീവികൾ ഉള്ളതായി കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതിൽ പക്ഷികൾ, മീൻ, ഞണ്ട്, തവള തുടങ്ങിയവയൊക്കെ ഉൾപ്പെടുന്നുണ്ട്. മധ്യപ്രദേശിലെ ഗർവത്, ഖത്തോട്ടി, ജൗറ തുടങ്ങിയ സ്ഥലങ്ങളൊക്കെ മെസോലിത്തിക് ആർട്ട് സൈറ്റുകളാണ്. പിന്നെ ഉള്ളത് രാജസ്ഥാനിലാണ്. രാജസ്ഥാനിലെ ചന്ദ്രാവതിയിൽ നിന്ന് മൈക്രോലിത്സ്, അതായത് ചെറു ഉപകരണങ്ങളും ആർട്ടുകളും ഒക്കെ കണ്ടെത്തിയിട്ടുണ്ട്. ഈ ആർട്ടിൻ്റെയൊക്കെ തീം എന്തായിരിക്കും? ചില കലാസൃഷ്ടികളിൽ വേട്ടയ്ക്ക് പോകുന്ന ഒരാളുണ്ടായിരിക്കും, അയാളുടെ കൂടെ ഒരു നായ ഉണ്ടായിരിക്കും. നമ്മൾ പറഞ്ഞു വേട്ടയ്ക്ക് വേണ്ടിയിട്ട് നായയെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തിരുന്നു എന്നുള്ളത്. അപ്പോൾ അത് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു നായ ഉണ്ടായിരിക്കും. പിന്നെ ഇയാൾ ഓർണമെൻറ്റ്സ് ധരിച്ചിട്ടുണ്ടായിരിക്കും.
ഉണ്ടായിരിക്കും, കയ്യിലൊരു ടൂളും ഉണ്ടായിരിക്കും. എന്നാൽ ചില ചിത്രങ്ങളിൽ മൃഗങ്ങളെ വരച്ചതായിട്ട് കാണാൻ സാധിക്കും. കാള, മുയൽ, പുലി, കുരങ്ങുകൾ, മാനുകൾ തുടങ്ങിയവയായിരിക്കും. പിന്നെ ഉള്ളത് ഡാൻസ്, നൃത്തരൂപങ്ങൾ അല്ലെങ്കിൽ സെക്ഷൽ ആക്ടിവിറ്റീസ് എന്നിവയും വരച്ചിട്ടുണ്ട്. എന്നാൽ മറ്റ് ചില കലകളിൽ ഡിവിഷൻ ഓഫ് ലേബർ, അതായത് തൊഴിൽ വിഭജനത്തെ സൂചിപ്പിക്കുന്ന രീതിയിൽ പുരുഷന്മാർ ഹണ്ടിങ് ചെയ്യുകയും സ്ത്രീകൾ ഗ്യാതറിങ്ങും ഫുഡ് പ്രിപ്പറേഷൻ ചെയ്യുകയും ചെയ്യുന്ന രീതിയിൽ വരച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ മൊത്തമായിട്ട് ഏകദേശം 150 മെസോലിത്തിക് റോക്ക് ആർട്ട് സൈറ്റ്സ് കണ്ടെത്തിയിട്ടുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ മെസോലിത്തിക് റോക്ക് പെയിൻറ്റിംഗ് കണ്ടെത്തിയിട്ടുള്ളത് ഉത്തർപ്രദേശിലെ കൈമൂർ ഹിൽസിലാണ്. സെൻട്രൽ ഇന്ത്യ ഈ ആർട്ടിൻ്റെ പ്രധാന കേന്ദ്രമായിട്ട് കണക്കാക്കുന്നുണ്ട്. ഒറീസയിലെ സുന്ദർഗഡ്, സംബൽപൂർ ജില്ലകളിൽ 55 റോക്ക് ആർട്ട് സൈറ്റ്സ് കണ്ടെത്തിയിട്ടുണ്ട്. കൂടാതെ ചെംഗ പഹദിലും ഗർജന പഹദിലുമുള്ള റിസർവ് ഫോറസ്റ്റിൽ 12 റോക്ക് ഷെൽറ്റേഴ്സും കണ്ടെത്തിയിട്ടുണ്ട്. എല്ലായിടത്തും പാറയിൽ വരച്ചിട്ടുള്ള ചിത്രങ്ങളാണ് കാണാൻ കഴിയുക. പിന്നെ ഉള്ളത് കേരളത്തിലാണ്. കേരളത്തിലെ ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന എഴുത്തു ഗുഹ ലേറ്റ് മെസോലിത്തിക് സൈറ്റായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട്. ഈ ചിത്രങ്ങൾ വഴി മുൻപ് ജീവിച്ചിരുന്ന ജീവിത ശൈലി നമുക്ക് പഠിക്കാൻ സാധിക്കും. പക്ഷേ ഈ ആർട്ടിന് പിന്നിലുള്ള ഉദ്ദേശം, അതായത് ഇവ വരച്ചതിൻ്റെ കൃത്യമായിട്ടുള്ള കാരണം ഇന്ന് വരെ വ്യക്തമാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ മെസോലിത്തിക് ഏജിലെ ശിലാചിത്രങ്ങളും ചിത്രങ്ങളും ഒക്കെ ആ ഒരു കാലഘട്ടത്തിലെ സാമൂഹിക ജീവിതം, വേട്ടയാടൽ, ഭക്ഷ്യശേഖരണം, മൃഗങ്ങളുമായിട്ടുള്ള ബന്ധം എല്ലാം മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കുന്നുണ്ട്. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലായിട്ട് ഏറെ റോക്ക് ആർട്ട് സൈറ്റ്സും കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ഇന്നും ഇവയെക്കുറിച്ച് നമ്മളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ മെസോലിത്തിക് ഏജിൽ പറയാനുള്ളത്. ഇനി അടുത്ത ഘട്ടം നോക്കാം. നിയോലിത്തിക് ഏജ്. മനുഷ്യൻ്റെ ജീവിതം പുരോഗമിച്ചു. ആ പുരോഗതിയിലേറെ പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ് നിയോലിത്തിക് ഏജ് അല്ലെങ്കിൽ ന്യൂ സ്റ്റോൺ ഏജ്. ഐസ് ഏജ് അവസാനിച്ചതോടെ പ്ലൈസ്റ്റോസീൻ എപ്പോക്ക് അവസാനിച്ചു. അതിനുശേഷമുള്ള ഹോളോസിൻ എപ്പോക്ക് എന്നത് ചൂടുള്ള കാലാവസ്ഥ കൊണ്ടാണ് അറിയപ്പെട്ടിരുന്നത്. ഈ കാലാവസ്ഥാ മാറ്റം മനുഷ്യരുടെ ജീവിത രീതിയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു. പുതിയ ജീവിത രീതികൾ അവർ കണ്ടെത്തി. അതാണ് നിയോലിത്തിക് പീരീഡ്. ലോകത്തിൽ നിയോലിത്തിക് ഏജ് ആരംഭിച്ചത് ഏകദേശം 9000 BC-യിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ നിയോലിത്തിക് സ്ഥാപനം മെർഗ്രഹ് എന്ന സ്ഥലത്താണ്. ഏകദേശം 7000 BC-യിലാണ് ഇത് കണക്കാക്കുന്നത്. മെർഗ്രഹ് എന്ന് വിളിക്കുന്ന ഈ സ്ഥലം ഇന്ന് പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രദേശത്തെ കാച്ചി പ്ലെയിനിൽ ബൊലാൻ റിവർ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു പ്രദേശത്തിന് ബ്രെഡ് ബാസ്ക്കറ്റ് ഓഫ് ബലൂചിസ്ഥാൻ എന്ന വിളിപ്പേരുണ്ട്. ഇവിടെ നിന്നും ലഭിച്ച ആർക്കിയോളജിക്കൽ ഫൈൻഡിങ്സ് പ്രകാരം ഈ ഒരു പ്രദേശം ഏറ്റവും വലിയ നിയോലിത്തിക് പശ്ചാത്തലമുള്ള ഒരു പ്രദേശമാണ്. ഇവിടെയുള്ള പർവ്വത ഭാഗങ്ങളിൽ അനുകൂലമല്ലാത്ത കാലാവസ്ഥയായതിനാൽ അവിടെയുള്ള ആളുകൾക്ക് അവിടെ ജീവിക്കാൻ എളുപ്പമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഫാമേഴ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളായിക്കോട്ടെ അവരൊക്കെ നദീതീരങ്ങളിലേക്കാണ് കുടിയേറി പാർത്തിരുന്നത്. അവരുടെ ഇടയിലുള്ള പ്രധാന വിളയായിരുന്നു വീറ്റ്. 5500 BC-യിൽ ഉണ്ടായ വെള്ളപ്പൊക്കം അവിടെയുള്ള ആളുകളെ നന്നായി ബാധിച്ചു. എന്നാൽ 5000 BC-യോടെ അവർ ടൂൾ ഉപയോഗിച്ച് വീണ്ടും അവരുടെ കൃഷിയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. നിയോലിത്തിക് ഏജിൻ്റെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണ്? അവർ ഭക്ഷ്യോൽപാദനം സ്വന്തമായി ചെയ്യാൻ തുടങ്ങി. മൺപാത്ര നിർമ്മാണം, മൃഗസംരക്ഷണം കൂടാതെ ഒരു സ്ഥലത്ത് തന്നെ സ്ഥിര താമസമാക്കാൻ തുടങ്ങി. ഈ ഒരു ഏജിലുള്ള മറ്റൊരു പ്രധാന പ്രത്യേകതയാണ് ഈ ഒരു ഏജിലാണ് ഏറ്റവും കൂടുതൽ ടൂൾസ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. അതിൽ സ്റ്റോണ്, ഷെല്ല്, കോപ്പർ ഓർണമെൻറ്റ്സ് തുടങ്ങിയ നിരവധി സാധനങ്ങൾ ഉണ്ടായിരുന്നു. നിയോലിത്തിക് ഏജിൽ ഉള്ള മറ്റൊരു പ്രത്യേകതയാണ് ലോങ് ഡിസ്റ്റൻസ് എക്സ്ചേഞ്ച്. അതായത് ഡിസ്റ്റൻസ് നോക്കാതെ, ദൂരം നോക്കാതെ എക്സ്ചേഞ്ച്, വ്യാപാരം നടത്തിയിരുന്നു എന്നുള്ള കാര്യം. പിന്നെ ഉള്ളത് ഈ ഒരു ഏജിലുള്ള ശവസംസ്കാരങ്ങളെ കുറിച്ചിട്ടാണ്. റെഡ് ഒക്ര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചുവന്ന പൗഡർ ഉണ്ട്. അത് ശവശരീരത്തിൽ തേച്ച് പിടിപ്പിച്ചിട്ടുള്ളത് കണ്ടെത്തിയിട്ടുണ്ട്. ഇത് സംസ്കാരപരമായിട്ടുള്ള ഒരു വിശ്വാസമാകാമെന്നാണ് പുരാവസ്തു ഗവേഷകർ പറയുന്നത്. അപ്പോൾ ഇനി എന്താണ് നോക്കാനുള്ളത്? നിയോലിത്തിക് ഏജിലെ മനുഷ്യരുടെ ജീവിത രീതികൾ അല്ലെങ്കിൽ ജീവനോപാധികൾ എങ്ങനെയായിരുന്നു എന്നുള്ളത് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞു ഏറ്റവും വലിയ പ്രത്യേകതകളിലൊന്നാണ് ഫുഡ് പ്രൊഡക്ഷൻ അല്ലേ. നിയോലിത്തിക് കാലഘട്ടത്തിൽ മനുഷ്യർ പ്രധാനമായും ഫുഡ് പ്രൊഡക്ഷൻ എന്ന വഴിയാണ് ജീവിതോപാധിയായിട്ട് സ്വീകരിച്ചിട്ടുള്ളത്. അതായത് അവർ മൃഗങ്ങളെയും ചെടികളെയും വളർത്തി അല്ലെങ്കിൽ മൃഗങ്ങൾ വളർത്തി അവയെ ആഹാരമാക്കി അല്ലെങ്കിൽ കൃഷി ചെയ്ത് അവ ആഹാരത്തിന് കണ്ടെത്തി എന്ന രീതിയിലായിരുന്നു ജീവിതം. നിയോലിത്തിക് മനുഷ്യരുടെ ആദ്യകാല കൃഷിരീതികൾ 20-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിലാണ് പുരാവസ്തു ഗവേഷകർ കണ്ടെത്തിയിട്ടുള്ളത്. ലോകത്തിൽ 8000 to 6000 BC കാലഘട്ടത്തിലായിരുന്നു കൃഷി സമൂഹങ്ങൾ രൂപപ്പെട്ടതെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പ്രധാന വിളകളായിട്ടുള്ള വീറ്റ്, ബാർലി എന്നിവയായിരുന്നു ആ ഒരു കാലത്ത് കൃഷി ചെയ്തിരുന്നത്.
മർഗ്രഹിലും ഈ സാധനങ്ങളുടെ കൃഷി ചെയ്തിരുന്നു എന്നതിൻ്റെ തെളിവുകളുണ്ട്. നിയോലിത്തിക് മനുഷ്യർ പശു, ആട് തുടങ്ങിയവ വളർത്തിയിരുന്നു. പിന്നീട് പശുപരിപാലനമാണ് അവർ പ്രധാന തൊഴിലായിട്ട് സ്വീകരിച്ചിട്ടുള്ളത്. പുരാവസ്തു പഠനങ്ങൾ പ്രകാരം നിയോലിത്തിക് താമസ സ്ഥലങ്ങളിൽ പല കമ്പാർട്ട്മെൻറ്റ്സും കണ്ടെത്തിയിട്ടുണ്ട്. അതായത് നമ്മൾ ഒരു സ്ഥലത്ത് പോയി അവിടെ കുഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു കമ്പാർട്ട്മെൻറ്റ് കാണാൻ സാധിക്കും. ഇതെന്താണ്, ഗ്രാനറീസ് ആണെന്നാണ് പുരാവസ്തു ഗവേഷകർ പറയുന്നത്. അതായത് അവശിഷ്ട ധാന്യങ്ങൾ അവരവിടെ സൂക്ഷിച്ചിരുന്നു എന്ന്. 5000 BC മുതൽ നിയോലിത്തിക് മനുഷ്യർ മൺപാത്ര നിർമ്മാണം തുടങ്ങി. ഈ മൺപാത്ര നിർമ്മാണം അവരുടെ ദൈനംദിന ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറുകയാണ് പിന്നീട് ചെയ്തിട്ടുള്ളത്. നിയോലിത്തിക് ഏജിലെ മറ്റൊരു പ്രത്യേകതയാണ് ഡിവിഷൻ ഓഫ് ലേബർ. അതായത് സാമൂഹിക ഘടനയുടെ വളർച്ച നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ വ്യക്തിക്കും ഒരു നിശ്ചിത ജോലി ഉണ്ടായിരുന്നു. അപ്പോൾ നിയോലിത്തിക് കാലഘട്ടത്തിലെ മനുഷ്യർ ഭക്ഷ്യോൽപാദനത്തിലൂടെയും മൃഗസംരക്ഷണത്തിലൂടെയും ജീവിതം നയിച്ചു. അവർ കൃഷിയുമായി ബന്ധപ്പെട്ട പുതിയ രീതികൾ അവതരിപ്പിച്ചു. ധാന്യങ്ങൾ സംഭരിച്ചും വിതരണം ചെയ്തും പാത്രങ്ങൾ നിർമ്മിച്ചും വിവിധ തരത്തിലുള്ള തൊഴിൽ വിഭജനത്തിലൂടെയും പുരോഗതിയിലേക്ക് കടക്കുകയാണ് അല്ലേ. നിയോലിത്തിക് ഏജിലെ ഈ മാറ്റങ്ങൾ സ്ഥിരതാമസ ജീവിതം കെട്ടിപ്പടുക്കുന്നതിലേക്ക് അവരെ നയിക്കുകയാണ്. ഇനി അടുത്തത് പഠിക്കാനുള്ളത് നിയോലിത്തിക് ഏജിലുണ്ടായ ഒരു വലിയ മാറ്റത്തെക്കുറിച്ചാണ്. അതായത് ആഹാര ശേഖരണത്തിൽ നിന്ന് കൃഷിയിലേക്കുള്ള മാറ്റം. ഇതിന് ചിലർ നിയോലിത്തിക് റെവല്യൂഷൻ എന്ന പേര് നൽകിയിട്ടുണ്ട്. നിയോലിത്തിക് ഏജിലേക്ക് വന്നതോടുകൂടി കല്ലുപകരണങ്ങളുടെ നിർമ്മാണം കൂടുതൽ പുരോഗമിച്ചു. അതിനൊപ്പം തന്നെ ഫുഡ് പ്രൊഡക്ഷൻ എന്നത് അവരുടെ സബ്സിസ്റ്റൻസ് മോഡായി തീർന്നു. അവരുടെ ഉപകരണങ്ങളിലേക്കും ജീവിത ശൈലികളിലേക്കുമൊക്കെ ഇതിൻ്റെ ഒരു പ്രതിഫലനം കാണാൻ സാധിക്കും നമുക്ക്. നേരത്തെ പറഞ്ഞു ഈ ഒരു മാറ്റത്തെ നിയോലിത്തിക് റെവല്യൂഷൻ എന്ന് പറഞ്ഞു എന്നുള്ളത്. അതാരാണ് പറഞ്ഞിട്ടുള്ളത്? ഓസ്ട്രേലിയൻ പുരാവസ്തു ഗവേഷകനായിട്ടുള്ള വി ഗോർഡൻ ചൈൽഡ് എന്ന വ്യക്തിയാണ് പറഞ്ഞിട്ടുള്ളത്. 1952 അദ്ദേഹം എന്താണ് പറഞ്ഞിട്ടുള്ളത്? പ്ലൈസ്റ്റോസീൻ കാലഘട്ടം അവസാനിച്ചതിന് ശേഷം സംഭവിച്ച മാറ്റങ്ങളാണ് കൃഷിയിലേക്കുള്ള കടന്നുവരവിന് കാരണമായിട്ടുള്ളത്. വെസ്റ്റ് ഏഷ്യയിൽ 10,000 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിട്ടുള്ള വരണ്ട കാലാവസ്ഥ കാരണം മനുഷ്യരും മൃഗങ്ങളും വെള്ളമുള്ള സ്ഥലങ്ങളിലേക്ക് നീങ്ങി അവിടെ താമസിച്ചു. ഇത് മനുഷ്യനും സസ്യങ്ങളും മൃഗങ്ങളും തമ്മിലുള്ള ഒരു അടുത്ത ബന്ധം ഉണ്ടാക്കാൻ കാരണമായിട്ടുണ്ട്. ഈ ബന്ധം അഗ്രികൾച്ചറിൻ്റെ തുടക്കത്തിലേക്ക് നയിച്ചു എന്നാണ് അദ്ദേഹം വാദിക്കുന്നത്. എന്നാൽ അമേരിക്കൻ പുരാവസ്തു ഗവേഷകനും ആന്ത്രോപോളജിസ്റ്റുമായിട്ടുള്ള റോബർട്ട് ജെ ബ്രെയ്ഡ്വുഡ് എന്ന വ്യക്തി 1960കളിൽ ഈ ഒരു അഭിപ്രായത്തെ എതിർത്തു. ക്ലൈമറ്റ് ചേഞ്ച് കൃഷിക്ക് കാരണമല്ല, അതിന് പകരം കൃഷിയിലേക്കുള്ള മാറ്റം ഒരു കൾച്ചറൽ പ്രോസസ്സ് അല്ലെങ്കിൽ സാംസ്കാരികമായിട്ടുള്ള പുരോഗതിയാണെന്നാണ് അദ്ദേഹം വിശ്വസിച്ചിരുന്നത്. അദ്ദേഹം വൈൽഡ് പ്ലാന്റ്സും വൈൽഡ് എനിമൽസും ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യാനുള്ള സാധ്യതയുള്ള പ്രദേശങ്ങൾ ന്യൂക്ലിയർ സോൺസ് എന്ന് വിളിച്ചു. മറ്റൊരു അമേരിക്കൻ പുരാവസ്തു ഗവേഷകനായിട്ടുള്ള ലൂയിസ് റോബർട്ട് ബിൻഫോർഡ് ഈ മാറ്റത്തിൽ ജനസംഖ്യ വികസിച്ചതാണ് വലിയ പങ്ക് വഹിച്ചതെന്ന് വാദിച്ചു. പക്ഷേ ഇദ്ദേഹം പറഞ്ഞിട്ടുള്ള ഈ ഒരു കാര്യം ശരിയായിരുന്നു എന്ന് തെളിയിക്കാനുള്ള ഒരു തെളിവുകളും ലഭിച്ചിട്ടില്ല. 1969 കെൻ ഫ്ലനേറി എന്ന പുരാവസ്തു ഗവേഷകൻ ഫുഡ് പ്രൊഡക്ഷൻ ആരംഭിച്ചത് മനുഷ്യരുടെ പരീക്ഷണത്തിൻ്റെ ഫലമാകുമെന്നാണ് പറഞ്ഞത്. മനുഷ്യർ വിളകൾ എത്ര ഉൽപ്പാദന ശേഷിയുള്ളവയാണെന്ന് പരീക്ഷിച്ചു. അതിൽ നിന്ന് കൃഷിയുടെ തുടക്കമുണ്ടായി എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. എന്നാൽ എന്തുകൊണ്ട് മനുഷ്യർ സസ്യങ്ങളും മൃഗങ്ങളും ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യാൻ തുടങ്ങി എന്നത് ഇന്നും വ്യക്തമായിട്ടില്ല. കുറേ പ്രീ ഹിസ്റ്റോറിയൻസ് ഉണ്ട്. അവരെന്താണ് പറയുന്നത്? ഈ ഒരു മാറ്റം റെവല്യൂഷൻ അല്ല, പകരം എവല്യൂഷനാണ്. കാരണം കൃഷിയിലേക്കുള്ള മാറ്റം പെട്ടെന്ന് സംഭവിച്ചൊന്നല്ല. എങ്കിലും അഗ്രികൾച്ചർ മനുഷ്യരുടെ ജീവിതം പൂർണ്ണമായി മാറ്റിമറിച്ചു എന്നതിൽ എളുപ്പം സമ്മതിക്കാവുന്ന ഒരു കാര്യമാണ് അല്ലേ. നിയോലിത്തിക് ഏജിൽ കൃഷിയിലേക്കുള്ള മാറ്റം മനുഷ്യരുടെ ചരിത്രത്തിൽ വലിയൊരു മാറ്റമായിട്ടാണ് കണക്കാക്കുന്നത്. ചിലർ അതിനെ നിയോലിത്തിക് റെവല്യൂഷൻ എന്ന് വിളിച്ചു. മറ്റു ചിലർ അതിന് സാംസ്കാരികം, ജനസംഖ്യ സമ്മർദ്ദം, കാലാവസ്ഥാ മാറ്റം, പരീക്ഷണങ്ങൾ എന്നിങ്ങനെ പലത് വിളിച്ചു. എങ്കിലും ഇതിൻ്റെ യഥാർത്ഥ കാരണം ഇന്നും വ്യക്തമല്ല. എങ്കിലും കൃഷിയുടെ ഭക്ഷ്യോൽപാദനത്തിലൂടെ മനുഷ്യൻ കൂടുതൽ പുരോഗതിയിലേക്കാണ് വന്നിട്ടുള്ളത് അല്ലേ. അതിനോട് വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ ഉണ്ട് എന്നേ ഉള്ളൂ. അടുത്തത് ഇന്ത്യയിലെ നിയോലിത്തിക് സെറ്റിൽമെൻറ്റ്സ് ആണ്. അതായത് ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ കുടിയേറി താമസിച്ചിരുന്ന ആളുകളും പല മേഖലകളിലായി നിലനിന്നിരുന്ന ഈ ആളുകളുടെ ഇടയിൽ
ജീവിതശൈലി, ഉപകരണങ്ങൾ, കൃഷി, മൃഗസംരക്ഷണം, പാത്രനിർമ്മാണം തുടങ്ങിയവ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നുമാണ് ഈ ഭാഗത്തിൽ നോക്കാൻ പോകുന്നത്. കാശ്മീരിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിയോലിത്തിക് സൈറ്റാണ് ബർസോം. ഇത് ഏകദേശം 2700 BC-യിലാണ് നിലവിൽ വന്നിട്ടുള്ളത് എന്നാണ് കണ്ടെത്തലുകൾ. ഇവിടെ ആളുകൾ ഗർത്തങ്ങളിൽ അല്ലെങ്കിൽ കുഴികളിലായിരുന്നു താമസിച്ചിരുന്നത്. ഇവർ ലേക്ക് സൈഡിൽ താമസിച്ചു. ഹണ്ടിങ്, ഫിഷിങ്, അഗ്രികൾച്ചർ എന്നിവയിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി. ഇവിടെ നിന്ന് കണ്ടെത്തിയ ഉപകരണങ്ങൾ പ്രധാനമായും ബോൺ ടൂൾസ്, പോട്ടറീസ് മുതലായവയാണ്. ഈ ഒരു പ്രദേശത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് വളർത്തുമൃഗങ്ങളെ അവരുടെ ഉടമകൾക്കൊപ്പമാണ് അടക്കം ചെയ്തിരുന്നു എന്നുള്ളത്. കാശ്മീരിലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സൈറ്റാണ് ഗഫ്രാൽ. ഇവിടെ ഹണ്ടിങ് ആയിരുന്നു പ്രധാന സബ്സിസ്റ്റൻസ് മെത്തേഡ്. അടുത്തത് ബീഹാറിലെ ചിരന്ത് എന്ന സ്ഥലമാണ്. ഇത് പട്നയ്ക്കും ഗംഗാ നദിക്കും സമീപമുള്ളൊരു സ്ഥലമാണ്. ഇവിടെ സ്റ്റോൺസ് ലഭിക്കാതിരുന്നത് കൊണ്ട് ബോൺ ടൂൾസ് ആയിരുന്നു പ്രധാനമായും ഉണ്ടായിരുന്നത്. പ്രധാനമായിട്ടും ആട്ടിൻകൊമ്പുകളിൽ നിന്നുള്ള ടൂൾസ് കണ്ടിരുന്നു. ഈ സ്ഥലം ലേറ്റ് നിയോലിത്തിക് ഫേസിലാണ് വരുന്നത്. കാലം ഏകദേശം 2000 BCE മുതലാണ്. ഇന്ത്യയിലെ വിവിധ നിയോലിത്തിക് സൈറ്റുകൾ മനുഷ്യൻ്റെ ഒരു ജേണിയിൽ പല ഘട്ടങ്ങളിലൂടെയും കടന്നു പോയിട്ട്, അതായത് ഭക്ഷ്യോൽപാദനം, കൃഷിയുടെ തുടക്കം, മൃഗപരിപാലനം, പാത്രനിർമ്മാണം, ഇതിലൂടെയൊക്കെ കടന്നുപോയി അത് വിവിധ പ്രദേശങ്ങൾക്കനുസരിച്ച് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നുള്ളതും ഈ ഒരു ഭാഗത്ത് നോക്കിയാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ദക്ഷിണേന്ത്യയിലെ നിയോലിത്തിക് ഫേസ് ഏകദേശം 2400 BCE മുതൽ 1000 BCE വരെയാണ് വരുന്നത്. ഇവിടെ ഈ ഒരു കാലത്ത് ആളുകൾ ഗ്രാനൈറ്റ് ഹിൽസിന് മുകളിൽ അല്ലെങ്കിൽ നദിക്കരയിലൊക്കെയാണ് താമസിച്ചിരുന്നത്. പ്രത്യേകിച്ച് ഗോദാവരി റിവറിന് സമീപം ഒരുപാട് ആളുകൾ താമസിച്ചതായിട്ടുള്ള തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. ഈ ഒരു കാലത്ത് പ്രധാനമായും കണ്ടെത്തിയിട്ടുള്ള ഉപകരണങ്ങൾ സ്റ്റോൺ ആക്സസ്, ബ്ലേഡ്സ് മുതലായവയാണ്. പിന്നെയുള്ള ഒരു പ്രത്യേകത, ഈ ഒരു കാലത്ത് മണ്ണ് കൊണ്ട് നിർമ്മിച്ച മൃഗത്തിൻ്റെ പ്രതിമകൾ കാണാൻ സാധിക്കും. അതുപോലെ വളർത്തലിന് വേണ്ടിയിട്ട് ആട്, നായ, കാളകൾ മുതലായവയായിരുന്നു അവർ തിരഞ്ഞെടുത്തിരുന്നത്. അതുപോലെ സാധനങ്ങളൊക്കെ അരയ്ക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളും ഈ ഒരു കാലത്ത് നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. സൗത്ത് ഇന്ത്യയിൽ കർണാടകയിൽ മസ്കി, ഹല്ലൂര്, സംഗനക്കല്ല്, ബ്രഹ്മഗിരി മുതലായ പ്രദേശങ്ങൾ പ്രധാനപ്പെട്ട സൈറ്റുകളാണ്. അതുപോലെ തമിഴ്നാട്ടിൽ പായമ്പള്ളി, ആന്ധ്രാപ്രദേശിൽ ഉട്നൂർ, ഇത്രയും പ്രദേശങ്ങൾ പ്രധാനപ്പെട്ടതാണ്. പിന്നെയുള്ളത് പിക്ലിഹൽ എന്ന പ്രദേശമാണ്. ഈ ഒരു പ്രദേശത്ത് മൃഗപരിപാലനം, പശുപരിപാലനം എന്നിവയൊക്കെയായിരുന്നു പ്രധാന സബ്സിസ്റ്റൻസ് ആക്ടിവിറ്റി ആയിരുന്നത്. ഇവിടെ പശു, ആട്, ചെമ്മരി ആട് എന്നിവയായിരുന്നു പ്രധാനമായും ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തിരുന്ന മൃഗങ്ങൾ. ഇവരെന്താണ്, മഴക്കാലത്ത് ക്യാമ്പുകൾ ഉണ്ടാക്കി, കമ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടാക്കി, അത് അവർ താമസം മാറ്റുമ്പോൾ ആ ഒരു കമ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു സൈറ്റ് ചുട്ട് നശിപ്പിക്കുക ചെയ്യുക. കർണാടകയിലെ പുതിഹാൾ, നിയോലിത്തിക് സ്റ്റേഷൻ, ആഷ് മൗണ്ട്സ് എന്നിവ കൊണ്ട് പ്രശസ്തമായിട്ടുള്ളൊരു സൈറ്റാണ്. ഈ ആഷ് മൗണ്ട്സ് എങ്ങനെ ഉണ്ടായി എന്നതിൽ ചരിത്രകാരന്മാർക്കിടയിൽ ഇപ്പോഴും വാദങ്ങളുണ്ട്. ഇന്ത്യയിലെ നിയോലിത്തിക് കാലഘട്ടത്തിൽ വ്യത്യസ്ത സ്ഥലങ്ങളിൽ മനുഷ്യർ താമസിച്ചു. അവർ കൃഷി, മൃഗസംരക്ഷണം, ഉപകരണ നിർമ്മാണം, പോട്ടറി എന്നിവയിലൂടെ ജീവിത മാർഗങ്ങൾ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു. നോർത്ത് ഇന്ത്യയിൽ നിന്ന് സൗത്ത് ഇന്ത്യ വരെ ഓരോ പ്രദേശങ്ങളിലും പ്രത്യേകമായിട്ടുള്ള സവിശേഷതകൾ, സംസ്കാരങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഇവയെല്ലാം ചേർന്ന് ആധുനിക ജനങ്ങൾക്ക് ഒരു അടിസ്ഥാനം ഒരുക്കുകയായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. നോട്ട്സ് മൊത്തം ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.